വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിനെ കുറിച്ചാണ്. എന്താ ഇപ്പം സംഭവിച്ചേ? അതായത് ത്രൂ ഔട്ട് ദി സീസൺ ഒരു ഗംഭീര റണ്ണ് നടത്തി വരികയായിരുന്നു PSG. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ത്രൂ ഔട്ട് ദ സീസൺ എന്ന് പറയുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ പരിപാടിയാണ്. തുടക്കത്തിൽ അവർ നല്ല ഫോമിൽ പോയി, പിന്നെ അവർ ഡിപ്പായി, പിന്നെ അപ്പായി, പിന്നെ ഇപ്പം ഇങ്ങനെ പതുക്കെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം അവരിങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രോപ്പറായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. പക്ഷെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഫൈനലിലേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഫേവറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് PSG-നെയാണ്. കാരണം അങ്ങനത്തെ ഫോമാണ്, ടെറിഫിക് ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ പലരും PSG-നെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് 2020-ലെ ബയേണിൻ്റെ ടീമിനോട്, അതുപോലെ തന്നെ വിൻറ്റേജ് ബാഴ്സനോട്, വിൻറ്റേജ് റയലിനോട്, അങ്ങനെയൊക്കെയാണ് എല്ലാവരും കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ചില ടീമിനെ ഇട്ട് മുട്ടാൻ എല്ലാ ടീമുകൾക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കരുത്ത് PSG-ക്ക് ഉണ്ട് എന്നാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ അതൊരു പരിധി വരെ ശരിയായിരുന്നു. പക്ഷേ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് ഈ PSG-നെ ഉണ്ടല്ലോ, ഫസ്റ്റത്തെ 10-20 മിനിറ്റ് തന്നെ എൻസോ മറസ്കൻ ടീമും കാറ്റൂരി വിട്ടു. നമ്മളിന്ന് ഫൈനലിൽ PSG-നൊന്നും കണ്ടിട്ടില്ല. ഔട്ട് ആൻഡ് ഔട്ട് ചെൽസിൻ്റെ ആധിപത്യം. ചെൽസി എന്ന് പറയുമ്പോൾ എൻസോ മറസ്ക ആൻഡ് ടീമിൻ്റെ ആധിപത്യം. എൻസോ മറസ്ക ഒരുപാട് വിമർശനങ്ങൾ കേട്ട മനുഷ്യനാണ്. നമ്മൾ പലപ്പോഴും മണ്ടത്തരെന്ന്, ഇപ്പം ഞാനടക്കം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, മണ്ടത്തരെന്ന് പറയുന്ന ആളുടെ ഒരു തീരുമാനമായിരുന്നു റീസിനെ മിഡിൽ കളിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ അതുപോലും ഇന്നലെ അവർക്ക് എന്താ പറയുക, അവരുടെ ആ ഒരു ടാക്റ്റിക്കൽ ബാറ്റിൽ ജയിക്കുന്നതിൽ കീ ആയിട്ട് മാറി എന്നുള്ളത് നമുക്ക് കാണാം. ഫുള്ളായിട്ട് ആളെ ലൂയിസ് എൻറിക്കേനെ ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ടാക്റ്റിക്കൽ സെറ്റപ്പ്, ഒരു രക്ഷയില്ലാത്ത ഇംപ്ലിമെൻറ്റേഷൻ. പ്ലെയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് 100%, 110%, 150% കമ്മിറ്റ്മെൻറ്റ് എല്ലാ പ്ലെയേഴ്സിനും. അത് തന്നെ പറയേണ്ടത്. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്ന റോബർട്ട് സാഞ്ചസിൻ്റെ പെർഫോമൻസ് ആണ്. റോബർട്ട് സാഞ്ചസ് ഇങ്ങനെ കത്തി നിൽക്കുകയാണ് പോസ്റ്റിന് മുമ്പിൽ. കിടന്ന് സേവ് ചെയ്യുന്നു, പറന്ന് സേവ് ചെയ്യുന്നു, ഇരുന്ന് സേവ് ചെയ്യുന്നു. ആൾ ശരിക്കും ഒരു പീറ്റർ ചെക്ക് മോഡ്, ആ മോഡിലാണ് ആൾ കളിച്ചുകൊണ്ടിരുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് റോബർട്ട് സാഞ്ചസ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് എത്ര അപ്രിസിയേഷൻ കൊടുത്താലും മതിയാവില്ല. ഇപ്പം ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ക്രൂഷ്യൽ സേവുകളാണ് നടക്കുന്നത്. 2 ക്രൂഷ്യൽ സേവുകൾ. എനിക്ക് തോന്നുന്നു രണ്ടും ഡെസിറഡോൻ്റെ അറ്റംപ്റ്റാണ് സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെവസിൻ്റെ ഒരു ഹെഡർ സേവ് ചെയ്യുന്നുണ്ട്. സോ ആള് ക്ലച്ചായി മാറി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ സാഞ്ചസ് പ്രശ്നമാവുമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ സാഞ്ചസ് ക്ലച്ചായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സോ അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതേസമയം നമ്മൾ PSG-ൻ്റെ സൈഡിലേക്ക് നോക്കുമ്പം താറുമാറായിപ്പോയ ഡിഫൻസ്, പൊളിഞ്ഞ് പണ്ടാറടങ്ങിയ ഡിഫൻസ്, ഒരു കൺട്രോളും ഇല്ലാത്ത മിഡ്ഫീൽഡ്, ആർക്കോ വേണ്ടി കളിക്കുന്ന ഒരു ഫൈനൽ തേർഡ്. വിൻറ്റേജ് ഡെമ്പലിനൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടത്. ബാഴ്സയിലൊക്കെ കണ്ട പോലത്തെ ഒരു ഡെമ്പലിനെ ഓപ്പൺ ചാൻസ് മിസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഡിസപ്പിയർ ആവുക പലപ്പോഴും. അങ്ങനത്തെ ഒരു ഡെമ്പലിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ന്യൂനോ മെൻഡസ് ആണല്ലോ PSG-ൻ്റെ സൈഡിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ. അവരുടെ ഒരു തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ. പക്ഷേ മാലോ ഗുസ്തോ പോയിട്ട് തട്ടി. ഫസ്റ്റ് ഗോൾ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് 17 മിനിറ്റിൽ എങ്ങനെ തോന്നുന്നു. അപ്പോൾ പോയിട്ട് ആളെ പോയി പ്രസ് ചെയ്യുന്നു, ആളോടെ മിസ്റ്റേക്ക് വരുത്തുന്നു. ഐ മീൻ ആ എയർ ബോൾ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചാലഞ്ച് കൊടുക്കുന്നു, ന്യൂനോ മെൻഡസ് മിസ്റ്റേക്ക് വരുത്തുന്നു. മാലോ ഗുസ്തോ ബോൾ എടുത്ത് അങ്ങോട്ട് പോകുന്നു, അത് പാൾമർക്ക് കൊടുക്കുന്നു. പാൾമർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്, എന്ത് ഭംഗിയാണ് ഫിനിഷ് കാണാൻ. എന്താ പറയുക, ആ ഫിനിഷ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ബോളൊന്നും ഇങ്ങോട്ട് തട്ടിയിട്ട് നൈസായിട്ട് കർവ് ചെയ്തിട്ട് പോസ്റ്റിൻ്റെ താഴെ മൂലക്കിലേക്ക് എത്തിക്കും. എന്ത് രസമാണ് കാണാൻ. ഗോൾ കീപ്പർമാരെ സംബന്ധിച്ചിടത്തോളം സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള ഒരു സംഗതിയാണ്. സോ ഒരു രക്ഷയില്ലാത്ത ഗോള് അവിടെ കഴിഞ്ഞു. ന്യൂനോ മെൻഡസിൻ്റെ കത്തിക്കലൊക്കെ അവിടെ കഴിഞ്ഞു. ത്രൂ ഔട്ട് ദ സീസണിലെ കത്തിക്കൽ മാലോ ഗുസ്തോ ആ ഒരു മൊമെൻറ്റിൽ അങ്ങോട്ട് തീർത്തു കൊടുത്തു. പിന്നീട് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഗോളും അവരടിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗോൾ ആരാ അടിക്കുന്നത്? അതും പാൾമർ അടിക്കുന്നത്. പാൾമർ അതിൽ ഡിഫൻസിനെ എങ്ങനെ എന്താ പറയുക, വെട്ടി അരിയാന്ന് പറയുമല്ലോ. PSG-ൻ്റെ ഡിഫൻസിനെ എങ്ങനെ വെട്ടി അരിയാന്ന് പറയും. ആ പരിപാടി എടുത്തിട്ടുള്ളത്. ആ ഒരു ഫേക്ക് ഇട്ടപ്പോൾ തന്നെ ഡിഫൻസ് 4 പ്രാവശ്യം ഒന്ന് കുലുങ്ങി. അങ്ങനെ ഡിഫൻസിനെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് വെട്ടി അരിഞ്ഞ് മറ്റേ അൽഫാമാക്കിക്കൊണ്ട് രണ്ടാമത്തെ ഗോള് പാമ്പർ കളി. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനിഷിങ്. എന്ത് ഭംഗിയുള്ള ഫിനിഷാണ് കാണാൻ.
അപ്പം ആ ഫിനിഷൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും വന്നു പേടി സ്വപ്നമായിട്ടുള്ള കോൾ പാമർ ഈ PSG ഡിഫൻസിന് നേരെ ബോൾ എടുത്ത് റൺ ചെയ്ത് വരികയാണ്. ഇവർ പേടിച്ചു തോന്നുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു തോന്നുന്നു. ആള് വരുന്നു, ആർക്കും പ്രസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ബാക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാന്നുള്ള മൂഡാണ്. ബാക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, PSG ഡിഫൻസിന്റെ വെടി കഴിഞ്ഞു. ഡിഫൻസിന്റെ വെടി ആ മാലോ ഗുസ്തോ ഇട്ടതോടെ ന്യൂനോ മെൻഡസിന്റെ വെടി കഴിഞ്ഞു. രണ്ടാമത്തെ ഗോള് പാൾമർ അടിച്ചതോടെ സെൻട്രൽ ബാക്കുകൾ വെടി കഴിഞ്ഞു, സർവം കഴിഞ്ഞു. പിന്നെ പാൾമർ വന്നപ്പോൾ ഒരു നല്ല ബോൾ തുറുവാണ്ട് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ആ ബോൾ എടുത്തിട്ട് അവിടെ സ്കോർ ചെയ്യുന്നത് ആരാണ്? ജാവോ പെട്രോക്ക് എന്ത് അടിപൊളി പെർഫോമൻസ് എന്ന് പറയും. ആ ഫിനിഷിനെ കുറിച്ച് എടുത്ത് പറയണം. ആൾ നൈസായിട്ട് ബോളൊന്ന് പൊക്കിയിട്ടുകൊണ്ട് പോസ്റ്റിലേക്ക് എത്തിക്കുകയാണ്. ഗംഭീര ഫിനിഷ്. ഫസ്റ്റ് ഹാഫ് തന്നെ 3-0 ചെൽസി ലീഡ് എടുക്കുന്നത്. ഗംഭീര പെർഫോമൻസ്. അത് തന്നെ ഇപ്പോൾ PSG കാര്യം പറയുകയാണെങ്കിൽ ഗ്രൗണ്ടിലുള്ള പ്ലേയേഴ്സ് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. അപ്പം അതിലെടുത്ത് ഒരു പെർഫോമൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡൊന്നറുമ്മിനെ പറയാം. പിന്നെ അവർ ശരിക്കും മിസ് ചെയ്തൊരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാച്ചോ ആണ്. പാച്ചോനെ പോലത്തെ ഒരു ഡിഫൻഡർ. പാച്ചോ എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണൻറ്റിൻ്റെ ഒരു മുഴം മുന്നേ ചിന്തിക്കുക എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പം അത്തരത്തിലുള്ളൊരു പ്ലെയർ മിസ്സായതോടെ PSG വല്ലാണ്ട് സഫർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ PSG ഡിഫൻസിലെ നട്ടെല്ലാണ്. അതേപോലെ തന്നെ ഈ ഡിഫൻസിനെയും മിഡ്ഫീൽഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് പാച്ചോ. സോ ആ ബ്രിഡ്ജ് ഇല്ലാതെ PSG ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അല്ലാതെ മാർക്കിഞ്ഞോസ് ഒന്നും അല്ല ഈ ഒരു ടീമിൻ്റെ ബ്രിഡ്ജ് അല്ലെങ്കിൽ ടീമിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്ന ഡിഫൻസിൽ. അത് പാച്ചോ ആണ്. ബെറാൾഡോ വന്നപ്പോൾ ബെറാൾഡോക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ബെറാൾഡോ ഭയങ്കര ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അങ്ങനെ ഡിഫൻസ് അറഞ്ചും പുറഞ്ചും തകർന്നു വീണു. അതേസമയം PSG മാത്രമല്ലല്ലോ ചെൽസി മാത്രമല്ലല്ലോ അറ്റാക്ക് ചെയ്യുന്നത്, PSG അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിഫൻസീവ് പെർഫോമൻസ് ആണ് ചെൽസി പുറത്തെടുത്തിട്ടുള്ളത്. അടിപൊളി സെറ്റപ്പ്, അടിപൊളി ടാക്ടിക്കൽ സെറ്റപ്പ്, ഒന്നും പറയാനില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പെഡ്രോ നെറ്റോ ലെഫ്റ്റ് വിങ്ങർ ആണോ, ലെഫ്റ്റ് ബാക്ക് ആണോ, ഇനി സെൻറ്റർ ബാക്ക് ആണോ മനസ്സിലാവുന്നില്ല. പലപ്പോഴും എനിക്കൊരു ബാക്ക് 5 പോലെ തോന്നുന്നു. മാലോ ഗുസ്തോ, ചലോബ, ലെവി കോൾവില്ല്, അതേപോലെ തന്നെ നമ്മുടെ കുക്കുറയ പ്ലസ് പെഡ്രോ നെറ്റോ. ഡിഫൻസ് സെറ്റപ്പിലേക്ക് വരുമ്പോൾ അവരങ്ങനെയാണ് കളിക്കുന്നത്. പെഡ്രോ നെറ്റോ കൊടുക്കുന്ന വർക്ക് റേറ്റ് ഇന്ന് ടീമിനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡെസിറേ ഡുവാനും ഡെംബലനൊക്കെ സൈലൻ്റ് ആക്കുന്ന കാര്യത്തിൽ ഈ ഒരു ചങ്ങായി എടുത്ത വർക്ക് ഭീകരമായിരുന്നു. അതായത് പെഡ്രോ നെറ്റോ കൃത്യമായിട്ട് ഡിഫൻസീവ് കവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കുറയൊക്കെ മനസമാധാനത്തിൽ പോയിട്ട് ഡുവേനെ ഡെമ്പലിനൊക്കെ നോക്കാനുള്ള സമയവും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരാൾ ഫ്രീ ആയി പോകുന്ന, അതായത് ഒന്നുകിൽ ഡെമ്പൽ അല്ലെങ്കിൽ ഡുവെ, രണ്ടിലൊരാൾ ഫ്രീ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും വരുന്നില്ല. സോ പെഡ്രോ നെറ്റോ എടുത്ത വർക്ക് ഗംഭീരമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക, PSG നിരന്തരം ലോങ് ബോൾ കളിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ചെൽസി ചെയ്ത മറ്റൊരു പരിപാടി. ലോങ് ബോൾ സ്വാഭാവികമായിട്ടും കളിക്കുക ആരെ സൈഡിലോട്ടാണ്? അത് കളിക്കുക ക്വാററ്റ്സ്കേലിയുടെ സൈഡിലോട്ടാണ്. പക്ഷേ ക്വാററ്റ്സ്കേലിലേക്ക് ഒരു രക്ഷയില്ല. അവിടെ മാലോ ഗുസ്തോ ആണ് ഉള്ളത്. മാലോ ഗുസ്തോ ഏരിയൽ ബാറ്റിൽസ് വിൻ ചെയ്യുന്നതിൽ വിദഗ്ധനായിട്ടുള്ള പ്ലെയറാണ്. വിദഗ്ധനാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇന്നലെ ആളത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഏരിയൽ ബോൾസ് കളിപ്പിക്കുക എന്നുള്ളത് ചെൽസിൻ്റെ ഒരു സ്ട്രാറ്റജിക് തന്ത്രമായിരുന്നു. അതവർ നടപ്പിലാക്കി. അങ്ങനെ ചെൽസിക്ക് പെട്ടെന്ന് ബോൾ റീഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. ക്വാററ്റ്സ്കേലിനൊക്കെ ഇന്നലെ അവർ സമ്പൂർണ്ണമായിട്ടും സൈലൻ്റ് ആക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ചെൽസിൻ്റെ ഒരു പ്രസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ പറയണ്ടേ. പ്രസ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ PSG സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള പ്രസ്സിങ് ഉണ്ടല്ലോ, അതേ പ്രസ്സിങ് തന്നെയാണ് മുൻ മാച്ചുകളിൽ നമ്മൾ PSG അടുത്ത് കണ്ടിട്ടുള്ള അതേ കൈൻഡ് ഓഫ് പ്രസ്സിങ്, അതേ കൈൻഡ് ഓഫ് ഇൻറ്റൻസിറ്റി. ഒരു ടീമിന് മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻറ്റൻസിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ചെൽസിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പ്രസ്സിങ് ആയിരുന്നു. ഇനിയിപ്പം ഈ PSG അറ്റാക്ക് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത ഡിഫൻസീവ് സെറ്റപ്പ്. ലെവി കോൾവില്ലാണെങ്കിലും കുക്കുറയൊന്നും ഒരു രക്ഷയില്ല. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഡെസിറേ ഡുവൻ്റെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, ഓർമ്മ ഉണ്ടായിരിക്കും. ഡുവയ്ക്ക് പാസ് ഇടാമായിരുന്നു അല്ലെങ്കിൽ ഷോട്ട് അടിക്കാമായിരുന്നു. ആ പാസ് നല്ല ഓപ്ഷൻ തന്നെയാണ്, പക്ഷെ കറക്റ്റ് സമയത്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു ഓപ്ഷൻ മുന്നേ കണ്ടുകൊണ്ട് കുക്കുറയെ ഇടപെട്ടു എന്നുള്ളതാണ്. അങ്ങനെ അവിടെ അവർക്കൊരു ഗോൾ ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ PSG അറ്റാക്ക് ചെയ്ത സമയത്തൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് സാഞ്ചസും
പ്ലസ് സാഞ്ചസിൻ്റെ മുന്നിലുള്ള ഡിഫൻസീവ് ലൈനും പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഗോളൊന്നും വീണിട്ടില്ല. 3-0 തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത്. ജാവോ പെഡ്രോ ഒരു ബ്രില്യൻ പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്തിട്ട് 60 മിനിറ്റുകൾക്ക് ശേഷം സബ്ബായി പോകുന്നുണ്ട്. അവിടെ വരുന്നത് ആരാണ്? അവിടെ പിന്നീട് വരുന്നത് നമ്മുടെ മറ്റേ ചങ്ങായിട്ടല്ല, പേര് എപ്പോഴും ഞാൻ മറക്കും, നമ്മളെ ലിയാം ഡെലാപ്പാണ്. ലിയാം ഡെലാപ്പ് വന്നിട്ട് 2 ഷോട്ട് അടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഷോട്ട് ആള് ബോൾ എടുത്ത് പോകുന്നു. നോക്കിക്ക്, ഡെലാപ്പ് ഇങ്ങനെ ബോൾ എടുത്ത് കുറെ റൺ ചെയ്തു, ഉള്ളിലേക്കൊന്ന് ടേൺ ചെയ്തു. ഒരു മനുഷ്യനില്ല അവിടെ. പിന്നെ എവിടെയാണ് PSG-കാരൊക്കെ? എവിടെയാണ്? അവര് ബാക്ക് ഫുട്ടിൽ നിൽക്കുമ്പോൾ ഈ ഡെലാപ്പിന്റെ മുന്നിൽ നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ എവിടെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഡെലാപ്പ് കൂളായിട്ട് പോയി ഒന്ന് കട്ടിങ് സൈഡ് ചെയ്തു, നല്ലൊരു ഷോട്ട് അടിച്ചു, കിൻഡൽ ഷോട്ടായിരുന്നു. പക്ഷെ ഡൊന്നറുമ്മ ആയതുകൊണ്ട് അത് സേവ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ആൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്, അവിടെയും ഡൊന്നറുമ്മ ഒരു സേവിയർ ആയിട്ട് മാറി. അല്ലെങ്കിൽ ഒരു 5-6-7 ഗോളിന് ചിലപ്പം PSG തോറ്റേനെ. അല്ലെങ്കിൽ നാണം കിട്ടും. വലിയ നാണം കടലിലേക്ക് പോവാതെ ശരിക്കും ഡൊന്നറുമ്മ ടീമിനെ കാത്തു രക്ഷിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡിൽ ആരൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഒന്ന് റീസ് ജെയിംസ്, പിന്നെ ഒന്ന് കൈസഡോ, പിന്നെ ഒന്ന് എൻസോ ഫെർണാണ്ടസ്, പ്ലസ് നമ്പർ 10 റോളിൽ അവിടെ കോൾ പാമർ. അപ്പോൾ ഇതിൽ കൈസഡോ നിലവിൽ വേൾഡിലെ പ്രോബബ്ലി ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ. അത് ആരാണ്? കൈസഡോ ആണ്. അങ്ങനത്തെ പെർഫോമൻസ് ഡിഫെൻസീവ്ലി, ഒഫൻസീവ്ലി, എന്ത് വയസ്സ് നോക്കുകയാണെങ്കിലും ഒരു 6 എന്ത് പണിയെടുക്കണോ അത് ആൾ ചെയ്യുന്നുണ്ട്. ആളുടെ ടാക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പം ഇങ്ങനത്തെ ഒരു പ്ലെയറെ, ആളെ ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് തകർത്തുകൊണ്ടൊക്കെ തന്നെയാണ് ചെൽസി കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോ പൈസയും വെറുത്താണെന്നുള്ളതാണ്. സോ ഒരു ടോപ്പ് പ്ലെയർ അവർ സൈൻ ചെയ്തു. ആ ടോപ്പ് പ്ലെയർ ബിഗ് സ്റ്റേജിൽ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഒക്കെ പാസുകളുണ്ട്, ഒരു രക്ഷയില്ലാത്ത പാസുകൾ. എന്ത് രസമാണ് കളി കണ്ടിരിക്കാൻ. ഈ എൻസോ പ്ലസ് കായ്സഡോ മിഡ്ഫീൽഡിൻ്റെ ഈ കായ്സഡോൻ്റെ ടാക്കിൾസ്, കായ്സഡോ ബോൾ വിൻ ചെയ്യുന്നത്, പലപ്പോഴും കായ്സഡോ തൻ്റെ ഫിസിക്കാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് കളിക്കുന്നത്. അതേസമയം നമ്മൾ എൻസോൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എൻസോൻ്റെ പാസിങ് എന്ത് രസമാണ് കാണാൻ. ഭയങ്കര ഭംഗിയുള്ള പാസിംഗ് ആണ്. എൻസോയും കായ്സഡോയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അതേസമയം എൻസോയും നമ്മുടെ ജാവോ പെഡ്രോയും തമ്മിലുള്ള കെമിസ്ട്രി, എൻസോ പ്ലസ് കോൾ പാമറുള്ള കെമിസ്ട്രി, ഇതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ റീസ് ജെയിംസിനെ കുറിച്ചാണ്. റീസ് ജെയിംസ് അവിടെ മിഡ്ഫീൽഡിൽ നിന്നിട്ട് മിഡ്ഫീൽഡിലുള്ള ഒരാളായിട്ടും കളിച്ചിട്ടുണ്ട്. അതേസമയം മാലോ ഗുസ്താണ് നിരന്തരം ആ ഒരു വിഡ്ത്ത് ഒക്യുപ്പൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയം ആൾ കൃത്യമായിട്ട് ഡിഫൻസീവ് കവറൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പലപ്പോഴും ഈ പൊസിഷൻസ് വെച്ച് മാറുന്നതിൽ ചെൽസി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ എൻസോ മറസ്ക എന്ന് പറയുന്ന മാനേജർക്കാണ്. പിന്നെ ഏതെങ്കിലും പ്ലെയർ ഞാൻ പറയാൻ വിട്ടുപോയി, പെഡ്രോനെറ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ ജാവോ പെഡ്രോ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. സബ്ബായിട്ട് വന്ന പ്ലെയേഴ്സും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. കോൾ പാമറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സിറ്റീസ് ബോയ്, ചെൽസീസ് മാൻ, ഗംഭീര പെർഫോമൻസ് ആണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് ആണ് ആൾ നടത്തിയിട്ടുള്ളത്. റോബർട്ട് സാഞ്ചസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ഹോൾ ഡിഫൻസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. സോ തകർത്തു. പിന്നീട് ആൻഡ്ര സാൻഡോസ് ഒക്കെ വരുന്നുണ്ട്, എല്ലാവരും നല്ല ഡിസ്പ്ലേ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ചെൽസി ഇപ്പം എന്താണ്? ചെൽസി ഇപ്പം വേൾഡ് ചാമ്പ്യന്മാരാണ്. അതായത് ഒരു ക്ലബിന് നേടാൻ പറ്റുന്ന ഒരുവിധം ട്രോഫിയൊക്കെ ചെൽസി നേടിക്കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് മുതൽ ക്ലബ് വേൾഡ് കപ്പ് മുതൽ കോൺഫറൻസ് ലീഗ് മുതൽ യൂറോപ്പ ലീഗ് സർവ്വസംഗതികളും അവർ അടിച്ചു കഴിഞ്ഞു. സോ ഗ്രേറ്റ്. ഇവിടെ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കേണ്ട, അപ്രിസിയേഷൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് മരസ്കക്കാണ്. മരസ്കനെ നമ്മൾ എത്രയൊക്കെ വിമർശിച്ചിട്ടുണ്ടോ അത്ര തന്നെ അപ്രിസിയേഷൻ കൊടുക്കണം. കാരണം ഗംഭീര പണിയാണ് ഈ ഒരു ഫൈനലിൽ ആൾ എടുത്തിട്ടുള്ളത്. സോ ആൾ ചെൽസിയിൽ സേഫാണ്. ചെൽസിനെ കൊണ്ട് ബിഗ് ട്രോഫീസ് അടിപ്പിക്കാൻ പറ്റുന്ന മരസ്ക പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലൊരു ചോദ്യമില്ല, മരസ്ക നിന്നാൽ ബിഗ് ട്രോഫീസ് അടിക്കും, ഇനി അതിലൊരു ചോദ്യമില്ല. നമ്മളെല്ലാവരും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ആ ചോദ്യം ചോദിക്കില്ല. കാരണം മരസ്ക പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ ടീമിനെ വെച്ചിട്ട്, ഈ പിള്ളേരെ വെച്ചിട്ട് ട്രോഫീസ് അടിക്കാൻ എനിക്കറിയാമെന്ന്. സോ ഇതോടെ ചെൽസി സ്ക്വാഡ് കംപ്ലീറ്റ്ലി ചാർജായി. നെക്സ്റ്റ് പ്രീമിയർ ലീഗ് അടിക്കാനുള്ള സെറ്റപ്പിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു അംബിഷനിലാണ് ഇനി അവർ മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത്.
സോ ഈ ചെൽസി സ്ക്വാഡ് ഡേഞ്ചറസ് ആണ്. കഴിഞ്ഞ തവണ തന്നെ അവർ ആ ഒരു ടേബിൾ ടോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ്, ഇവരുടെ കയ്യിലുള്ള പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭീകരമാണ്. സോ അവർ അവർ പ്രീമിയർ ലീഗ് അടിച്ചാൽ അത്ഭുതപ്പെടാറൊന്നുമില്ല. സോ ആ നഷ്ടപ്പെട്ടു പോയ പ്രീമിയർ ലീഗ് തിരിച്ചെടുക്കാനുള്ള ഒരു വരവായിരിക്കും അപ്കമിങ് സീസണിൽ ചെൽസി വരാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ അവർ ചാമ്പ്യൻസ് ലീഗിലും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം. അതേസമയം അവർ ട്രാൻസ്ഫർ ഇതുവരെ നിർത്തിയിട്ടില്ല. 1 2 3 പ്ലേയേഴ്സൊക്കെ അവരുടെ ടീമിലേക്ക് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്, എസ്പെഷ്യലി ഈ ഒരു ട്രോഫി അടിച്ച ഘട്ടത്തിൽ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി, അതാണ് പറയാനുള്ളത്. ചെൽസി സ്ക്വാഡ് ഒരു രക്ഷയില്ല. അതേസമയം PSG സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലൂയിസ് എൻറിക്കയ്ക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. പ്ലേയേഴ്സിന് ആർക്കും ഒരു ഐഡിയ ഇല്ല. എല്ലാ പ്ലേയേഴ്സും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എല്ലാവരെയും പോയി കുത്തുക, ഈ ജാവനേഴ്സ് പോയിട്ട് കുക്കറേനെ മുടി പിടിച്ച് വലിക്കുക, റെഡ് കാർഡ് കിട്ടിപ്പോയി. സോ അങ്ങനെയാണ്, ഒരു അന്തം കുന്തില്ലാത്ത പരിപാടിയാണ് ത്രൂ ഔട്ട് ദ മാച്ച് അവിടെ PSG കാണിച്ചിട്ടുള്ളത്. നാണം കെട്ടു. PSG വേൾഡ് ബീറ്റേഴ്സ് എന്നുള്ള ലെവലിൽ വന്നിട്ട് നേരെ 3-0 തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ നാണക്കേടൊന്നല്ല ശരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ടൈമിൽ ഷോക്ക് ഉണ്ടായിരുന്നു. ആര് കാണാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ PSG ഫാൻസ് 3-0 തോറ്റ് നിൽക്കുകയാണ്. PSG ഫാൻസൊക്കെ അപ്പോൾ ആ സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പം പാട്ടും കുത്തുമൊക്കെ ഹാഫ് ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഫുട്ബോളിൽ അഡോപ്റ്റ് ചെയ്ത സംഭവമാണ്. ഫുട്ബോളിൽ എത്രത്തോളം ഇത് സെറ്റാവുമെന്ന് എനിക്കറിയില്ല. സോ അതാണ്, ചെൽസി ലോക ചാമ്പ്യന്മാരായി. കൺഗ്രാറ്റ്സ്. നമ്മളെല്ലാവരും അവരുടെ കരുത്തിനെ സംശയിച്ചിട്ടുണ്ടായിരുന്നു, മരസ്കയെ സംശയിച്ചിട്ടുണ്ടായിരുന്നു, മരസ്കയുടെ ഡിസിഷൻസിനെ സംശയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം സെറ്റായി വരികയാണ്. അതേപോലെ തന്നെ ബോഹ്ലിക്കും അപ്രിസിയേഷൻ കൊടുക്കണം. ആളെ കൂടി വർക്കിൻ്റെ ഫലമാണ്. സോ അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.